ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഒരു പുസ്തക കടയുടെ ഉദാഹരണം വെച്ച് നമുക്ക് പറയാം. ഒരു കടയിൽ ഹാരി പോട്ടർ എന്ന ബുക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കടക്കാരന് ഹാരി പോട്ടർ എവിടെ നിന്നാണ് കിട്ടിയത്? അയാൾ മറ്റേതെങ്കിലും ഹോൾസെയിൽ കടയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും വാങ്ങിയതായിരിക്കുമല്ലോ. അയാൾ 200 രൂപയ്ക്കാണ് ഈ ബുക്ക് വാങ്ങിയത്. കടക്കാരന് എന്ത് ചെലവ് വന്നു? അതിനെയാണ് CP അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ CP എത്രയാണ്? 200. ഇനി ഈ കടക്കാരൻ ഈ ബുക്ക് 500 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതിനെയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 500 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ ലാഭമല്ലേ ഉണ്ടായത്? എത്രയാണ് ലാഭം അഥവാ പ്രോഫിറ്റ്? 300. ഈ 300 എങ്ങനെയാണ് കിട്ടിയത്? 500 മൈനസ് 200, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എങ്ങനെ നോക്കാം? പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. ഇവിടെയാകട്ടെ പ്രോഫിറ്റ് 300 ബൈ 200 ഇൻറ്റു 100, അതായത് 150% എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, 100% വരെയല്ലേ നമ്മൾ സാധാരണ പറയാറുള്ളൂ, 150% എങ്ങനെ വന്നെന്ന്. അതിന് കാരണം 200 രൂപയ്ക്ക് വാങ്ങിയ സാധനത്തിന് നമുക്ക് കിട്ടിയ ലാഭം 200-നേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു നമ്പർ വന്നത്. ഇതിൽ തെറ്റൊന്നുമില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കടയിൽ ആപ്പിൾ ഉണ്ട്. ഒരു ആപ്പിളിന് കടക്കാരനുണ്ടായ ചിലവ്, അതായത് കടക്കാരൻ മറ്റൊരിടത്തു നിന്നാണല്ലോ ഇത് വാങ്ങിച്ചത്, അയാൾക്കുണ്ടായ ചിലവെന്ന് പറയുന്നത് 7 രൂപയാണ്. അപ്പോൾ CP 7 രൂപ. അയാൾ ഒരു ആപ്പിൾ വിൽക്കുന്നത് 10 രൂപയ്ക്കാണ്, അതായത് SP 10 രൂപ. അപ്പോൾ ലാഭമല്ലേ ഉണ്ടായിരിക്കുന്നത്? ലാഭം എത്രയാണ്? 10 മൈനസ് 7, അതായത് SP മൈനസ് CP 3 രൂപ. പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടെത്താം? പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. 42.8% പ്രോഫിറ്റ് പേഴ്സൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തുണിക്കടയിൽ ഒരു കടക്കാരൻ 1000 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങി. അപ്പോൾ CP 1000 രൂപ. അയാളത് 800 രൂപയ്ക്കാണ് വിറ്റത്, അതായത് SP 800 രൂപ. ഇവിടെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? നഷ്ടമാണ്, അതായത് ലോസ് ആണ് ഉണ്ടായത്. എത്ര രൂപ നഷ്ടം വന്നു? 200 രൂപ. അതെങ്ങനെ കണ്ടെത്തി? 1000 മൈനസ് 800, അതായത് CP മൈനസ് SP. അപ്പോൾ ലോസ് എങ്ങനെയാണ് കണ്ടെത്തുക? CP മൈനസ് SP. പ്രോഫിറ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ആണെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ലോസ് ബൈ CP ഇൻറ്റു 100 ആണ്. ഇത് മറ്റൊരു രീതിയിലും എഴുതാം. ലോസ് എന്ന് പറയുന്നത് CP മൈനസ് SP ആണല്ലോ. അപ്പോൾ ലോസ് പെർസെൻറ്റേജിനെ CP മൈനസ് SP ഇൻറ്റു 100 എന്ന് എഴുതാം. അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് SP മൈനസ് CP ആയതുകൊണ്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ SP മൈനസ് CP ബൈ CP ഇൻറ്റു 100 എന്ന് എഴുതാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? ലോസ് 200 ആണ്. 200 ബൈ CP 1000 ആണ് ഇൻറ്റു 100. 200 ബൈ 10 എന്ന് വരും, അതായത് 20% ലോസ്. ഇനി നമ്മൾ നോക്കുന്നത് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഒരു കടക്കാരൻ ഒരു ഡ്രസ്സ് 200 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ CP 200. ആ കടക്കാരൻ ആ ഡ്രസ്സ് ഡിസ്പ്ലേക്ക് ഇട്ടപ്പോൾ അതിൻ്റെ ടാഗിൽ 300 രൂപയെന്ന് എഴുതി, അതായത് 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 300 രൂപയ്ക്കാണ് വിൽക്കാനിട്ടത്. അങ്ങനെ വിൽക്കാൻ വയ്ക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന വിലയാണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുക. എന്നാൽ ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു, ഈ 300 രൂപയ്ക്ക് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങില്ല, 250 രൂപയാണെങ്കിൽ ഈ ഡ്രസ്സ് വാങ്ങിക്കാം. അപ്പോൾ അയാൾ സമ്മതിച്ചു, 250 രൂപയ്ക്ക് ഈ ഡ്രസ്സ് വിറ്റു. അപ്പോൾ 250 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുക. അതായത് മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എത്ര രൂപയ്ക്കാണോ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അതാണ് മാർക്ക്ഡ് പ്രൈസ്. എത്ര രൂപയ്ക്കാണോ ഇത് യഥാർത്ഥത്തിൽ വിറ്റ് പോയത് അതാണ് സെല്ലിംഗ് പ്രൈസ്. ആ 50 രൂപ എവിടെയാണ് പോയത്? ആ 50 രൂപയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിസ്കൗണ്ട്. ഇവിടെയും പ്രോഫിറ്റ് കണ്ടെത്തുന്നത് പഴയ പോലെ തന്നെയാണ്. SP മൈനസ് CP ആണ് പ്രോഫിറ്റ്. അതിൽ മാർക്ക്ഡ് പ്രൈസിന് പ്രാധാന്യമൊന്നുമില്ല.
250 മൈനസ് 200 50 രൂപയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടെത്തുന്നതും പഴയ പോലെ തന്നെ. മാർക്ക്ഡ് പ്രൈസിനെ തന്നെ ലിസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു കടക്കാരൻ ഒരു ബോക്സ് 200 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇത് വിറ്റപ്പോൾ അയാൾക്ക് 30% ലാഭം കിട്ടി. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 30 ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര രൂപയ്ക്കാണ് ഇത് വിറ്റത്? എങ്ങനെ കണ്ടെത്താം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ആണല്ലോ. CP ഇവിടെ 200 ആണെന്ന് നമുക്കറിയാം. അതായത് 30 ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ 200 ഇൻറ്റു 100. 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 60 ഈക്വൽ ടു പ്രോഫിറ്റ്. അതായത് ലാഭം 60 രൂപയാണ്. 200 രൂപയ്ക്ക് വാങ്ങിയ സാധനത്തിന് 60 രൂപ ലാഭമുണ്ടെങ്കിൽ 260 രൂപയല്ലേ സെല്ലിംഗ് പ്രൈസ്. ഒരു കടക്കാരൻ 300 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് വിറ്റു. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 300. ഇത് വിറ്റപ്പോൾ അയാൾക്ക് 30% നഷ്ടമാണ് ഉണ്ടായത്. അതായത് ലോസ് പെർസെൻറ്റേജ് എന്താണ്? 30 ആണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ CP എത്രയാണ്? അതായത് എത്ര രൂപയാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് ചിലവായത്? എങ്ങനെ കണ്ടെത്താം? ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലോസ് ബൈ CP ഇൻറ്റു 100. ഇവിടെ നമുക്ക് ലോസും ഡയറക്റ്റ് ആയിട്ട് അറിയില്ല, CPയും അറിയില്ല. അതുകൊണ്ട് നമുക്ക് മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കാം. ലോസിനെ CP മൈനസ് SP എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. 30 ഈക്വൽ ടു CP മൈനസ് SP എത്രയാണ്? 300 ആണ്. 300 ബൈ CP ഇൻറ്റു 100. ഈ CPയെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 30 ഇൻറ്റു CP, അതായത് 30 CP ഈക്വൽ ടു CP മൈനസ് 300 ഇൻറ്റു 100. ഈ 100നെ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 30 CP ഈക്വൽ ടു 100 CP മൈനസ് 30,000. CPയും CPയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ 30,000ത്തെ ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുവരാം. 30,000 ഈക്വൽ ടു 100 CP മൈനസ് 30 CP, അതായത് 70 CP. അഥവാ CP ഈക്വൽ ടു 30,000 ബൈ 70, അതായത് 428.5. അപ്പോൾ 428.5 രൂപയ്ക്ക് കിട്ടിയ സാധനം 300 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 30% നഷ്ടമാണ് ഉണ്ടായത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വീഡിയോസ് കൂടെ കാണണേ.